ഇറാൻ ഇസ്രയേൽ യുദ്ധം ശക്തമാകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചതിന് പിന്നാലെ ഇറാൻ ഇസ്രയേലിന് നേർക്കും ആക്രമണം നടത്തുകയുണ്ടായി. ഇപ്പോ വലിയ രീതിയിൽ സംഘർഷം രൂക്ഷമാകുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇതിനെക്കുറിച്ച് വിശദമാക്കാം. ഐ എം സ്വാതി. വെൽക്കം ബാക്ക് ടു ടോക്ക് സ്പേസ്. പശ്ചിമേഷ്യ ഒരിക്കൽ കൂടി യുദ്ധനിഴലിലാണ്. ലോകം വീണ്ടും യുദ്ധത്തിലേക്കാണോ നീങ്ങുന്നത്? ഇറാന്റെ ഭാഗത്തു നിന്നും കനത്ത ആക്രമണം ഇപ്പോൾ ഇസ്രയേൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ ശക്തമായ പിന്തുണ ഇസ്രയേലിന് ലഭിക്കുന്നുണ്ട്. ജൂൺ 13 ഇസ്രയേൽ ഇറാന് നേർക്ക് ആക്രമണം നടത്തിയത്. അതായത് ഓപ്പറേഷൻ റൈസിംഗ് ലയൺ എൻകോഡ് എന്ന പേരിലാണ് ഇറാനിൽ കാര്യമായ വായുസേന ആക്രമണം നടത്തിയത്. ആക്രമണം നടത്തിയത് ഇറാന്റെ അണുശക്തി നിലയങ്ങൾ, അതുപോലെ തന്നെ സൈനിക കേന്ദ്രങ്ങൾ, IRGC നേതാക്കന്മാരുടെ താമസ സ്ഥലങ്ങൾ എന്നിവയെ ലക്ഷ്യമാക്കിയായിരുന്നു. ഇതിൽ ഇറാനിലെ തന്നെ 100-ലധികം പേർ അവിടെ കൊല്ലപ്പെടുകയും അതുപോലെ തന്നെ അണുശാസ്ത്രജ്ഞന്മാരും അതുപോലെ IRGC ഉന്നത സൈനിക നേതാക്കന്മാരും എല്ലാം കൊല്ലപ്പെടുകയുണ്ടായി. ഇതിന്റെ പ്രത്യാക്രമണമായിട്ട് ഇറാൻ 100-ലധികം ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും ഇസ്രയേലിലേക്ക് പ്രയോഗിക്കുകയുണ്ടായി. ഇസ്രയേൽ ഈ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ ശ്രമിച്ചു. എന്നാൽ പോലും ടെൽ അവീവിനടുത്ത് 2 പേർ ഇസ്രയേലിൽ കൊല്ലപ്പെടുകയും 40-ലധികം പേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു. ഇപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു യുദ്ധം ഉണ്ടാവാനുള്ള ഒരു സാഹചര്യം അവിടെ ഉണ്ടായിട്ടുള്ളത്? ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും ഇതൊരു പ്രതികാര ആക്രമണമായിട്ട് നമുക്ക് കണക്കാക്കാം. ഇറാൻ നേരത്തെ നടത്തിയിട്ടുള്ള ഈ മിസൈൽ ആക്രമണങ്ങൾക്കും അതുപോലെ തന്നെ ഡ്രോൺ ആക്രമണങ്ങൾക്കും പ്രതികാരമായി കാത്തിരുന്ന് നടത്തിയൊരു ആക്രമണമായിട്ട് ഇതിനെ കാണാൻ കഴിയും. മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഗാസ ഇസ്രയേൽ യുദ്ധാന്തരീക്ഷത്തിൽ ഹമാസ്, ഹിസ്ബുള്ള പ്രോക്സി ഭീകര സംഘടനകൾക്ക് ഇറാന്റെ ഭാഗത്തു നിന്നുമുള്ള ശക്തമായ ഒരു പിന്തുണയുണ്ടായിരുന്നു. അതും ഇസ്രയേൽ നടത്തിയ ഈ ഒരു ആക്രമണത്തിന് ഒരു കാരണമാണ്. ഏറ്റവും പ്രധാനമായി ഇതൊന്നുമല്ല എടുത്തു പറയാനുള്ളത്, ഇറാന്റെ അണുശക്തി പദ്ധതിയെ തകർക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഇതിനു പിന്നിൽ ഇസ്രയേലിനുണ്ടായിരുന്നത്. ഇസ്രയേൽ ഇറാനെ ആക്രമിക്കുന്നതിന് ഒരു ദിവസം മുൻപേ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ ഹോളി സൈറ്റ് ആയിട്ടുള്ള ടെമ്പിൾ മൗണ്ടിന് താഴെ സ്ഥിതി ചെയ്യുന്ന, അതായത് ഇസ്ലാമിക അധിനിവേശത്തെ തുടർന്ന് നശിക്കപ്പെട്ട പുരാതന ആരാധനാലയങ്ങളെ ഇടിഞ്ഞ മതിൽക്കെട്ടിൽ എഴുതിയത് ഇങ്ങനെയായിരുന്നു. അത് ബൈബിളിലെ 23-24 നിന്നും ഉള്ള ഒരു വാക്യം ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു അദ്ദേഹം എഴുതിയത്. അതിങ്ങനെയായിരുന്നു: ഇതാ ജനം വലിയ സിംഹത്തെ പോലെ ഉയർന്നെഴുന്നേൽക്കുന്നു എന്ന്. ഈ ഒരു വാചകം ഓപ്പറേഷൻ റൈസിംഗ് ലൈനിന് മുന്നോടിയായി നടന്ന ഒന്നായിരുന്നു എന്ന് ആരും തിരിച്ചറിഞ്ഞില്ല. ഒരുപക്ഷെ ഇസ്രയേലികൾ പോലും അത് തിരിച്ചറിഞ്ഞില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇസ്രയേലിന് നേർക്ക് ഇറാന്റെ ഭാഗത്തു നിന്നും പ്രത്യാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. കനത്ത നാശനഷ്ടങ്ങൾ ഇസ്രയേലിനും സംഭവിച്ചു കഴിഞ്ഞു. ഇസ്രയേലിലെ നിരവധി പേർക്ക് മരണം സംഭവിക്കുകയും അതുപോലെ പല ആളുകളെയും കാണാതാവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇസ്രയേൽ ലക്ഷ്യമിടുന്നത് എന്താണ്? ഇറാന്റെ എണ്ണപ്പാടങ്ങളാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പൊ പരക്കെ അറിയുന്നത്. ശരിയാകാം. ഇസ്രയേൽ ഉദ്ദേശിക്കുന്നത് ഇറാന്റെ സാമ്പത്തിക ശേഷി ക്ഷയിപ്പിക്കുക എന്നതാകും. ഇറാന്റെ പ്രധാന വരുമാനം എന്താണ്? ഓയിലാണ്. അത് ഇല്ലാതാക്കിയാൽ ഇറാൻ ഇല്ലാതാകുന്നതിന് തുല്യമാണ്. അതായത് സാമ്പത്തിക സമ്മർദ്ദം ഉണ്ടാക്കുക എന്നതാണ് ഇസ്രയേൽ ലക്ഷ്യമിടുന്നത്. ഇതുമൂലം ഇറാന്റെ എണ്ണ കയറ്റുമതി തടസ്സപ്പെടുന്നത് മൂലം ഇറാന്റെ സാമ്പത്തികം ദുർബലമാക്കുകയും പ്രതിരോധ ശേഷി കുറയ്ക്കാൻ സാധിക്കുകയും അവിടെ ചെയ്യുന്നുണ്ട്. അതായത് ഇറാന്റെ സൈനിക ഫണ്ടിങ് കുറയ്ക്കാൻ സാധിക്കും ഇതുവഴി. പക്ഷേ ഇത് ഇസ്രയേലിന് അന്താരാഷ്ട്ര സമ്മർദ്ദം അവിടെ ഉണ്ടാക്കുന്നുണ്ട്. കാരണം എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമിട്ടാൽ ഗ്ലോബൽ ഓയിൽ മാർക്കറ്റിനെ ബാധിക്കുന്നുണ്ട്. അത് വലിയൊരു സമ്മർദ്ദം, ഒരു ഇന്റർനാഷണൽ രീതിയിൽ വലിയൊരു സമ്മർദ്ദം ഇസ്രയേലിന് ഉണ്ടാകും. ഇവിടെ ഇറാന്റെ ഹൃദയഭാഗമായ എണ്ണപ്പാടങ്ങളെ ലക്ഷ്യമിട്ടാൽ ഇറാൻ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ പടച്ചുവിടും. അത് ഉറപ്പുള്ള കാര്യമാണ്. മാത്രമല്ല, ഇറാന് ശക്തമായ ഒരു വാണിംഗ് അമേരിക്ക നൽകിയിട്ടുണ്ട്. ഇസ്രയേലിന്റെ ഈ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് നേരിട്ട് പങ്കില്ല. എങ്കിൽ പോലും ഇസ്രയേലിന് ശക്തമായ ഒരു പിന്തുണ അമേരിക്കയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുകയും ചെയ്യുന്നുണ്ട്. അതായത് ഇറാനിൽ നിന്നും വരുന്ന ഡ്രോണുകളും അതുപോലെ തന്നെ മിസൈലുകളും തകർക്കാൻ അമേരിക്കൻ സേന പ്രതിരോധ സഹായം നൽകുന്നുണ്ട്. അതിനെതിരെ ഇറാൻ ലക്ഷ്യമാക്കിയാൽ, അതായത് അമേരിക്കൻ സേനയ്ക്കെതിരെ ഇറാൻ തിരിച്ചടിച്ചാൽ ശക്തമായ പ്രതികരണം ഉണ്ടാകുമെന്ന് വാഷിംഗ്ടൺ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, അമേരിക്ക ഇറാൻ ന്യൂക്ലിയർ ചർച്ചകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്.
ഇപ്പോൾ ഈ ഒരു ഇസ്രയേൽ ആക്രമണത്തോടു കൂടി ഈ ചർച്ചകളെല്ലാം റദ്ദാക്കുന്ന കാഴ്ചകളാണ് കാണുന്നത്. ഇപ്പൊ ഇസ്രയേലിന് പിന്തുണ നൽകാൻ ഇസ്രയേൽ മറ്റ് രാജ്യങ്ങളോട് ആവശ്യം ചോദിച്ചു കഴിഞ്ഞു. നമ്മുടെ ഇന്ത്യയോടും ചോദിച്ചിട്ടുണ്ട് പിന്തുണ. ഇന്ത്യയുടെ നിലപാട് എന്തെന്നാൽ രണ്ട് രാജ്യങ്ങളും സംഘർഷം ഒഴിവാക്കി സമാധാനപരമായി വഴി സ്വീകരിക്കണമെന്നാണ്. ഇന്ത്യയെ സംബന്ധിച്ച് ഈ ഇരു രാജ്യങ്ങളുമായിട്ട് നല്ലൊരു ബന്ധം ഇന്ത്യ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതായത് ഇസ്രയേലുമായിട്ടാണെങ്കിൽ സംരക്ഷണ സഹകരണത്തിലാണെങ്കിലും സൈബർ സുരക്ഷ, ടെക്നോളജി ബന്ധപ്പെട്ടും അങ്ങനെ പല മേഖലകളിലായിട്ട് നല്ലൊരു സൗഹൃദ ബന്ധം ഇന്ത്യ ഇസ്രയേൽ നിലനിർത്തുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാൻ ഇന്ത്യ ബന്ധമാണെങ്കിലും ഊർജ്ജ സഹകരണ രംഗത്താണെങ്കിൽ, അതുപോലെ ചാബഹാർ തുറമുഖം അത് വികസിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണെങ്കിലും ഇന്തോ സെൻട്രൽ ഏഷ്യ കണക്ടിവിറ്റി എല്ലാം ഒരു നിർണായകമായിട്ടുള്ള ഒരു കാര്യമാണ്. അതായത് ഈ രണ്ട് രാജ്യങ്ങളുമായും ഇന്ത്യക്ക് ശക്തമായിട്ടുള്ള ഒരു ബന്ധം നിലനിൽക്കുന്നതിനാൽ ഇന്ത്യക്ക് ഒരു ശക്തമായ പിന്തുണ ഒരു രാജ്യത്തിന് മാത്രമായിട്ട് നൽകാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇപ്പം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്ത്യയുടെ നിലപാട് സംഘർഷം അവസാനിപ്പിച്ച് സമാധാനം കൈക്കൊള്ളുക എന്നുള്ളതാണ്. എന്നിരുന്നാലും ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധാന്തരീക്ഷം രൂക്ഷമായ ഒരു സാഹചര്യത്തിൽ ഇസ്രയേലിന്റെ ഭാഗത്തു നിന്നും തുറന്നൊരു ശക്തമായുള്ളൊരു പിന്തുണ ഇന്ത്യക്കുണ്ടായിരുന്നു. ഇറാനും ഇന്ത്യക്ക് ഭീകരവാദത്തിനെതിരെ പോരാടുക എന്നുള്ള പിന്തുണ നൽകിയിരുന്നു. എങ്കിലും ഇറാൻ പാകിസ്ഥാൻ ഇസ്ലാമിക രാജ്യമായതിനാൽ ആ ഒരു സാഹോദര്യ ബന്ധം ഇല്ലാതാക്കാൻ ഇറാൻ ഒരിക്കലും ശ്രമിക്കില്ല. എന്നിരുന്നാലും ഇന്ത്യയുടെ ഇപ്പോഴുള്ള ഒരു നിലപാട് സംഘർഷം വേഗം അവസാനിപ്പിച്ചിട്ട് മുന്നോട്ട് പോകണം ഇരു രാജ്യങ്ങളും എന്നാണ്. എന്നാൽ ഓരോ നിമിഷം കൂടുമ്പോഴും ഈ യുദ്ധം കൂടുതൽ രൂക്ഷമാവുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേലിൽ അടിയന്തരാവസ്ഥ ഇപ്പൊ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ജനം പുറത്തിറങ്ങാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ പെട്ടിരിക്കുകയാണ്. അതാണ് ഇപ്പോഴുള്ള ഇസ്രയേലിലെ അവസ്ഥ. സ്കൂളുകളും ഓഫീസുകളും എല്ലാം അടച്ചു കഴിഞ്ഞു. ഇറാൻ എന്നത് നമുക്കറിയാം ഒരു വലിയൊരു രാജ്യമാണ്, ജനസാന്ദ്രത കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ്. ഇപ്പൊ ഹമാസ്, ഹിസ്ബുള്ള സഹായം ഇറാന് ലഭിച്ചാലും ഇസ്രയേലിന് അമേരിക്കയ്ക്കും മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇറാന് സാധിക്കുമോ എന്നുള്ളത് ഒരു ചോദ്യമായിട്ട് തുടരുന്ന ഒരു കാര്യമാണ്. അത് എന്തുകൊണ്ടെന്നാൽ ഇപ്പൊ മികച്ച സാങ്കേതിക വിദ്യയുള്ള ഒരു സൈന്യമാണ് നമ്മുടെ ഇസ്രയേലിൻ്റെത്. ആധുനിക യുദ്ധ സാധനങ്ങൾ, അതായത് അയൺ ഡോം പോലുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ എല്ലാം ഉള്ള ഒരു രാജ്യമാണ് ഇസ്രയേൽ. പലസ്തീൻ പോലുള്ള രാജ്യത്തെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കിയ തെളിവുകൾ നമുക്ക് മുൻപിൽ ഉണ്ട്. അതുപോലെ US-ന്റെ ശക്തമായ പിന്തുണ ഈ രാജ്യത്തിനുണ്ട്. മിസൈലുകളുടെയും ഡ്രോണുകളുടെയും കാര്യത്തിൽ ലോകത്തിലെ ഒന്നാമതായി നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ഇസ്രയേൽ എന്ന് പറയുന്ന രാജ്യം. എന്നാൽ ഇറാൻ ആണെങ്കിലോ ഹൂതി, ഹമാസ്, ഹിസ്ബുള്ള പോലുള്ള പ്രോക്സി ഗ്രൂപ്പുകളുടെ പിന്തുണയുണ്ടെങ്കിലും സാങ്കേതികമായിട്ട് ഇറാൻ ഇസ്രയേലിന് പിന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ്. പക്ഷേ കൂടുതൽ ഭൂപ്രദേശങ്ങളും ജനസംഖ്യയും ഉള്ള ഒരു രാജ്യം. ഇവിടെ ഇരു രാജ്യങ്ങളുടെയും യുദ്ധം പെട്ടെന്ന് അവസാനിക്കുകയാണ് എത്രയും പെട്ടെന്ന് വേണ്ടത്. അല്ലെങ്കിൽ രണ്ട് രാജ്യങ്ങൾക്കും വലിയൊരു നഷ്ടം സംഭവിക്കുമെന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്.